പുതുപ്പള്ളിയിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന് ഈ രാവിലെ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. വളരെയധികം വിശ്വപ്രതിഷേധയോടുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. വളരെ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം ലഭിക്കും കേരളത്തിലെമ്പാടും. എന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നീതി കിട്ടൂ. ഇപ്പോൾ രാവിലെ കല്ലറ വന്നു, പ്രാർത്ഥിച്ചു. 1-2 ദേവാലയങ്ങൾ, വെണ്ണിമല ക്ഷേത്രം, നാടാട് പള്ളി, നാടാട് അമ്പലം ഒക്കെ പോകാനുണ്ട്. കഴിഞ്ഞ് ഇവിടെ ഉണ്ട്. ഇടയ്ക്കൊന്ന് പോയിട്ട് ഇവിടെ തന്നെ കാണും. തീർച്ചയായിട്ടും UDF മുഖ്യമന്ത്രി 10 വർഷത്തിന് ശേഷം അടുത്ത അനുസരിച്ചു. വളരെയധികം വിശ്വപ്രതിഷേധയോടുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. വളരെ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം ലഭിക്കും കേരളത്തിലെമ്പാടും. എന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നീതി കിട്ടൂ. ഇപ്പോൾ രാവിലെ കല്ലറ വന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 വർഷത്തിന് ശേഷം UDF മുഖ്യമന്ത്രി അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. UDF പ്രതീക്ഷ അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ്. UDF 80 സീറ്റ്, 90 സീറ്റ്, 100 സീറ്റ്, ആ ഒരു പരാജയം എന്നത് അവരുടെ ആലോചനാ പരിസരത്ത് പോലും ഇല്ല. പക്ഷെ ലെഫ്റ്റ് അങ്ങനല്ല. ലെഫ്റ്റ് നമ്മൾ എന്തായാലും തോക്കുമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ഇന്നലെ നമ്മുടെ ഒരു സംഭവിക്കാൻ വിചാരിക്കുന്നു. അവരെ ഇടതുപക്ഷ സുഹൃത്ത് പറയുന്നു, എക്സിറ്റ് പോളുകൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വളരെ സമാധാനത്തോടെ റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് വോട്ടെണ്ണൽ കാണാം എന്നാണ്. രണ്ടിനും അവർ ഒരുങ്ങി കഴിഞ്ഞിരിക്കുക. കിട്ടിയാൽ ബോണസ്, തോറ്റാൽ സ്വാഭാവികം 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതി മാറുന്നു. പക്ഷേ ഈ പരാജയപ്പെട്ടാൽ അത് താങ്ങാൻ UDF-ന് പറ്റില്ല. പക്ഷേ UDF എന്തുകൊണ്ട് പരാജയപ്പെടുമെന്ന് വിചാരിക്കണം. നേരെ തിരിച്ചുകൊണ്ട് LDF-ലും തോൽവി അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്, തോൽക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ട്. ഇനി ഒരുപക്ഷെ തോറ്റു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും, ഓൺലൈനിലൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ അവർ നടത്തി. ഇന്നലെ രാത്രി പോലും എന്റെ ഇൻബോക്സിൽ തന്തയ്ക്ക് വിളിച്ച ആളുകളുണ്ട്. സമയം കണ്ടെത്തിയല്ലോ ഇതിനിടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് അജിംസ് പ്രവർത്തിച്ചു എന്ന് വിചാരിക്കുന്ന ആരോ ആണത്. ചുമ്മാ വിചാരിച്ചോട്ടെ.